അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇവിടെ മഞ്ഞൊന്നും ഉരുകിയിട്ടില്ല. മഞ്ഞ് പെയ്ത് ഇപ്പം 2 ദിവസമായി. കാരണം വെയിൽ കാര്യമായിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഉച്ചയ്ക്കത്തെ കറിക്ക് വേണ്ടിയിട്ടൊരു മത്തിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. മത്തി എന്ന് പറഞ്ഞാൽ ഫ്രഷ് മത്തിയല്ല കേട്ടോ, നമ്മൾ ഈ ടെസ്കോയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സോസിനകത്തിട്ടൊരു മത്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് പച്ചമുളകും ഒരു വലിയ അത്യാവശ്യം വലിയ തക്കാളിയും കൂടെ ഞാൻ ഇച്ചിരി എണ്ണയിലിട്ട് വാട്ടി. അപ്പോൾ ഞാനിത് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നല്ല തിക്കായിട്ട് കറി ഇരിക്കും. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല തിക്കായിട്ടുള്ള മീൻ കറിക്ക് വേണ്ടിയിട്ടാണ്. ഞാനതൊന്ന് വാടി വന്നപ്പോഴത്തേനും അതിനകത്തേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വഴറ്റി അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി ഏകദേശം ഒരു അത്യാവശ്യം ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കതിനെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ചൂടാറിയിട്ട് നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ഒരു ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കൊരു മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവയും കടുകും കൂടി ഇട്ട് പൊട്ടിക്കാം. ഉലുവ ഇടുമ്പോൾ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉലുവ ഇട്ട് പൊട്ടിക്കണം, നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഉലുവയൊക്കെ പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുത്ത് പിന്നെ ഞാൻ ഇച്ചിരി ഒരു വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഞാനാണെങ്കിൽ കുടംപുളി ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുടംപുളി ഞാൻ ഒരു ഇച്ചിരി ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ ആ പുളി നല്ലതുപോലെ ഇളകും. എന്നിട്ട് 2 കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല തിള വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ മീനില്ലേ ഇതിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ടെസ്കോയിലും ലിഡിലും ഒക്കെ സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. UK-യിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം. ഇതിന് നമ്മൾ നല്ല ഫ്രഷ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മീൻ നമ്മൾ ഫ്രോസൺ വെച്ച് ഉപയോഗിക്കുന്നതിൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് 2 ഉണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ള കറിയായി. അപ്പം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് ചിലതിൽ 2 വലുതാകുമ്പോൾ 2 ഉണ്ടാവുള്ളൂ, ചിലതിൽ 4 ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഇട്ട് കൊടുത്ത് ഇത് അധികം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. അത് നമ്മൾ എന്നിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള നല്ല മീൻകറി മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ UK-യിലുള്ള എല്ലാവർക്കും ഇത് ഓൾമോസ്റ്റ് അറിയാം. ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് വെച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് അറിയിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.